ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ മാർഗഴി ഗീതുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ, ജീവിതം എന്ന് പറയുന്നത് എനിക്കും പവിഴത്തിനും ഓട്ടമായിരുന്നു. ഓടി 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 ഞങ്ങൾ എവിടെ ചെന്ന് നിൽക്കണമെന്ന് മാരിയമ്മനാണ് തീരുമാനിക്കുന്നത്. മാരിയമ്മ തീരുമാനിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാറുള്ളൂ. അതിനിടയിൽ ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതം മാറി മറിയൊന്ന് ഞാൻ കരുതി പോലുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ഗീതു, എന്തൊക്കെയായാലും നീ നിൻ്റെ അമ്മയെ കാണണം മാർഗഴി, കാണാതിരിക്കരുത്. ആ അമ്മ ഒരു പാവ. ശരി, ഞാൻ കാണും, എൻ്റെ അമ്മയെ ഞാൻ കാണും. എനിക്ക് ജന്മം തന്ന അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തത് മുഴുവനും അച്ഛനല്ലേ. അങ്ങനെ ഒരാളെ അച്ഛന്ന് വിളിക്കാൻ പോലും ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ പേര് പോലും എനിക്കിനി കേൾക്കണ്ട. പക്ഷെ എന്തായാലും എൻ്റെ അമ്മ എനിക്ക് കാണണം. എന്നാ എന്നെ സ്വന്തം മോളാണെന്ന് കരുതി ജീവന് തുല്യം എന്നെ സ്നേഹിച്ച് ഇത്രയും നാളും എനിക്കൊരു കുറവുമില്ലാതെ എന്നെ വളർത്തിയ എൻ്റെ പവിഴം, എൻ്റെ വളർത്തമ്മ, ആ അമ്മ ഒന്നും അറിയരുത്, ഒന്നും അറിയാനിടയാകരുത് എന്നും മറുപടി പറയുക. അത് കേട്ടതും ഗീതു ശരിയെന്ന് വാക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മയെ, എൻ്റെ വിലാസിനി അമ്മയെ. അത് കേട്ടതും എനിക്കറിയാം, നീ അന്ന് ചെന്ന് ഞാനാണെന്ന് കരുതി എല്ലാവരും അവിടെ തെറ്റിദ്ധരിച്ചായിരുന്നു. അതുമാത്രമല്ല, അന്ന് നീ വിനോദിനെ ഇടിച്ച് ശരിപ്പെടുത്തിയില്ലേ, അതിനുശേഷം അവൻ നല്ലവനായിട്ട് അഭിനയിക്കുന്നോ? അതെ, അവനിപ്പോഴും പ്രിയയെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുക. ഇപ്പോഴും രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് അവന് ബന്ധമുണ്ട്. എന്നെ കാണുമ്പോൾ പേടിച്ച് പിന്മാറുമെങ്കിലും ഞാൻ അവനെ തല്ലില്ലെന്ന് അവനറിയില്ലല്ലോ. അവനെ തല്ലി ശരിപ്പെടുത്തിയത് നീയാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഒരുപാട് പേടിച്ചിരിക്കുക. എന്തൊക്കെയായാലും അവൻ പേടിക്കുന്നതിൽ എനിക്ക് നല്ല ഇഷ്ടമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഇത്തിരിയെങ്കിലും എന്നെ കാണുമ്പോൾ അവൻ പേടിച്ചൊതുങ്ങുന്നതുകൊണ്ട് ആ രേഷ്മയുടെ പേരും പറഞ്ഞ് എനിക്ക് അവനെ ഒന്നുകൂടെ ഭീഷണിപ്പെടുത്തണം. അതിനെന്താ, അവനെ ഞാൻ ശരിയാക്കിക്കോളാം. ഗോവിന്ദ് സാറിൻ്റെ അനിയത്തിയെ പ്രിയ, അവൾ നല്ല കുട്ടിയാണ്. അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് വിനോദിനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ അവനെൻ്റെ കൂടപ്പറപ്പാണെന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവനെ ഞാൻ ശരിയാക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് വരിക. അല്ലെങ്കിലും എനിക്കറിയായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഗീതു, മാർഗഴി നല്ല പെൺകുട്ടിയാന്ന്. അതുകൊണ്ട് തന്നെ മാർഗഴിയുടെ സ്വഭാവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ വിനോദിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അളിയൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. അയ്യോ, ഞാനങ്ങനെ വലിയ തെറ്റുകാരനൊന്നും അല്ല കേട്ടോ, കുഴപ്പക്കാരനും അല്ല. അത് കേട്ടതും എൻ്റെ അളിയ, അതല്ല അളിയ, നമുക്കേ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ട് ഈ ഇമോഷണലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അതിനുശേഷം അളിയൻ്റെ എല്ലാ ശത്രുക്കളെയും ഒരുമിച്ച് എല്ലാവരെയും മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നശിപ്പിക്കാം. എന്താ പോരെ എന്നും ചോദിക്കുക. മതി, അതൊക്കെ മതി. പക്ഷേ അതിനിടയിൽ നിങ്ങൾ ഇരട്ട സഹോദരിമാരാണ് എന്നുള്ള വിഷയം അവിടെ ആരും അറിയരുത്. അടി സക്കെ എന്നും പറഞ്ഞ് ഗോവിന്ദൻ്റെ കൈക്കിട്ട് നമ്മുടെ മാർഗഴി ഒരൊറ്റ അടി. അതുകൊണ്ടതും ഒരൊറ്റ കുത്തു വെച്ചെന്നാലുണ്ടല്ലോ. അപ്പോൾ ഗീതുവിനാണെങ്കിൽ ഭയങ്കര ചിരി വരിക. അങ്ങനെ ഗീതു ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. കണ്ണേട്ടിന് പറ്റിയ അനിയത്തി തന്നെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം എന്നാൽ പിന്നെ ഇനി നമുക്ക് അടുത്തത് അമ്മയുടെ വീട്ടിലേക്ക് പോവാം, എന്താ പോയാലോ എന്നും പറയണം. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇങ്ങനെ റെഡിയാവും. ഈ സമയം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ അനാർക്കലി, ഭാസ്കരൻ, പിന്നെ ആരാണ്, വരുൺ, രാധികാമ്മ, ഇവരെല്ലാവരെയും വെച്ച് നമുക്കൊരു കളി കളിക്കണം. ആ കളിയിൽ ഞാൻ ഗോവിന്ദേട്ടൻ്റെ അളിയൻ്റെ ശത്രുക്കളെ എല്ലാം പൊളിച്ചെടുക്കും. അതിനുശേഷം എൻ്റെ ഈ ഫാമിലിയാണ് എല്ലാം. എന്താ, ഓക്കെ ആണോ? ഡൺ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാറിൽ കയറി നേരെ അങ്ങ് പോവുക. അപ്പോൾ വിലാസിനി അവിടെ ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. വിലാസിനി ഉമ്മറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മാർഗഴിയും ഗീതുവാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോഴേക്കും ഗോവിന്ദ്, മാർഗഴിയുടെ കാര്യം ഞാൻ ചെന്ന് അമ്മയോട്, വിലാസിനി ആൻറ്റിയോട് പറയാം. അങ്ങനെ ഞാൻ ചെന്ന് പറയുമ്പോൾ വിലാസിനി ആൻറ്റിക്ക് അതൊരു സർപ്രൈസ് ആവും. അങ്ങനെ സർപ്രൈസ് ആവുമ്പോൾ ഞാൻ ഈ പവിഴ ആൻറ്റിയെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഈസി ആയിരിക്കും. അങ്ങനെ ഞാൻ പോയി സംസാരിച്ച് അവസാനം മാർഗഴിയുടെ കാര്യം പറയുമ്പോൾ വിലാസിനി ആൻറ്റി ഒരുപാട് സന്തോഷിക്കും. അങ്ങനെ ഞാൻ പോയി പറയട്ടെ, അയ്യടാ, ഞാനേ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചിരിക്കുക. അങ്ങനെ കണ്ണെട്ടം പോയി എല്ലാം പൊളിക്കണ്ട. അതെന്താ ഞാൻ പറഞ്ഞാൽ അത് ശരിയാവില്ലേ? ശരിയാവും. ഞാൻ എന്ത് പറഞ്ഞാലും ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നിൻ്റെ ഈ സ്വഭാവം ശരിയല്ല ഗീതു. അങ്ങനെയാണോ? എന്നാൽ പിന്നെ ഞാൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ കണ്ണേട്ടനല്ല എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെ മുട്ടനടി. അപ്പോൾ മാർഗഴി തലക്ക് കയ്യും കൊടുത്തിരിക്കുക. ഞങ്ങളിടയ്ക്ക് ഇങ്ങനെയാ, ചില സമയത്ത് കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ തല്ലുപിടിക്കും. ഇതൊരുമാതിരി കുരുത്തം കെട്ട പിള്ളേരുടെ തല്ലുപിടിക്കലായിപ്പോയി. വഷളം തല്ലുപിടുത്തം. ബോറടിപ്പിക്കല്ലേ
എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി കാറിൽ നിന്ന് ഇറങ്ങുക. ഈ സമയമാണെങ്കിൽ കാറിൽ നിന്ന് മാർഗഴി ഇറങ്ങുന്നത് കണ്ട് നമ്മുടെ വിലാസിനി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഗീതുവാണെന്നും കണ്ടുകൊണ്ട്. അങ്ങനെ മാർഗഴി വിലാസിനിയെ കണ്ടതും ആകെ ഇമോഷണലായി. എന്നിട്ട് ഓടി വിലാസിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അതിനുശേഷം വിലാസിനിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക. അപ്പോൾ വിലാസിനി, എന്താ മോളെ, എന്തിനാ മോള് കരയുന്നേ? എൻ്റെ പൊന്നുമോൾ എന്തിനാ കരയുന്നേ? മോളെ എന്തിനാ കരയുന്നേ എന്ന് ചോദിച്ചിട്ടൊന്നും നമ്മുടെ മാർഗഴി ഒന്നും മിണ്ടുന്നില്ല. അമ്മയെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരച്ചിലോട് കരച്ചിൽ. ഒരുപാട് കരഞ്ഞു. ഈ സമയം പെട്ടെന്ന് തന്നെ കാറിൽ നിന്നും ഗീതു ഇറങ്ങുക, ഒപ്പം ഗോവിന്ദും. അത് കണ്ടതും വിലാസിനി ഇതിങ്ങനെ അങ്ങോട്ട് നോക്കുക. കുറേ നേരം അങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം മാർഗഴിയെ നോക്കി, വീണ്ടും ഗീതുവിനെ നോക്കി, മാർഗഴിയെ നോക്കി. അപ്പോഴേക്കും ഗീതുവും ഗോവിന്ദും അടുത്തേക്ക് വന്നപ്പോൾ എന്താണെന്ന് മനസ്സിലാവാതെ നമ്മുടെ വിലാസിനി ഇങ്ങനെ നിൽക്കുക. അമ്മേ, ഇതാരാന്ന് അമ്മയ്ക്ക് മനസ്സിലായോ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും വിലാസിനി ഇല്ല എന്ന മട്ടിൽ ഇങ്ങനെ തലയാട്ടുക. അതെ അമ്മ എൻ്റെ കൂടെ ജനിച്ച എൻ്റെ കൂടപ്പിറപ്പ്, അമ്മയുടെ വയറ്റിൽ ജനിച്ച ഇരട്ടക്കുട്ടികളിൽ ഒരാൾ. അത് കേട്ടതും നമ്മുടെ മാർഗഴിയെ നോക്കി വിലാസിനി ബോധം കെട്ട് വീഴുക. ഈ സമയം വിലാസിനിയെ പിടിച്ചുകൊണ്ട് എല്ലാവരും സോഫയെ കൊണ്ടിരുത്തുക. അപ്പോഴേക്കും നമ്മുടെ വിലാസിനി മാർഗഴിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക. ഈശ്വര, എന്നെ പറഞ്ഞ് പറ്റിച്ച് കളഞ്ഞല്ലോ. ആ ദുഷ്ടകാലൻ എന്നോട് എന്തൊക്കെ കള്ളവാ പറഞ്ഞത്. എൻ്റെ മോളെ എന്നിൽ നിന്നും അകറ്റി, എൻ്റെ മോളെ ഇത്രയും വർഷം അയാൾ എന്നിൽ നിന്നും അകറ്റിക്കളഞ്ഞല്ലോ. 2 മക്കളെ പ്രസവിച്ച എന്നോട് ഒരു മകൾ ചാപിള്ളയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഹൃദയം നുറുക്കുന്ന വേദനയായിരുന്നു എനിക്ക്. പക്ഷേ അതിങ്ങനൊരു ചതിയായിരുന്നു എന്ന് ഞാൻ ഇതുവരെയും ചിന്തിച്ചില്ല. ഞാൻ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പറഞ്ഞിട്ടും കാര്യമില്ല. അന്ന് ഞാൻ അത്രയ്ക്ക് ക്രൂരതയാണ് ചെയ്തിട്ടുള്ളത്. പൈസയ്ക്ക് വേണ്ടി അന്ന് അയാൾ ചെയ്തു കൂട്ടുന്ന ഓരോ ദുഷ്ടതയ്ക്കും ഞാനും കൂട്ടു നിന്നിട്ടുണ്ട്, അയാളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അയാൾ ചെയ്തതിനും തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിനൊക്കെ ശിക്ഷ അനുഭവിച്ചത് എൻ്റെ ഈ മോളുടെ പ്രിയപ്പെട്ടവരൊന്നും അടുത്തില്ലാതെ എൻ്റെ മോൾ ഒരുപാട് കഷ്ടപ്പെട്ടുല്ലേ. കുഞ്ഞുനാൾ മുതലേ എൻ്റെ മോൾ ഒരുപാട് വേദനിച്ചുല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനി ഭയങ്കരമായിട്ട് മാർഗഴിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് കരയുക. ഇല്ലമ്മേ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലമ്മേ. അമ്മ വിചാരിക്കുന്നത് പോലെ ഞാൻ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എനിക്ക് നല്ലൊരു അച്ഛനുണ്ടായിരുന്നു, സ്വാമി അച്ഛൻ. ആ അച്ഛൻ എന്നെ വളർത്തിയത് സ്വന്തം മോളെ പോലെയാണ്. അച്ഛൻ്റെ വൈദ്യമരുന്നും ഒക്കെ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നു, എല്ലാം പറഞ്ഞു തന്നു. അതുപോലെ എനിക്കൊരു അമ്മയും ഉണ്ട്, പവിഴം. ആ അമ്മയ്ക്ക് അറിയില്ലല്ലോ ആ അമ്മയുടെ മകളല്ല ഞാനെന്ന്. അതുകൊണ്ട് തന്നെ എന്നെ നന്നായിട്ടാണ് വളർത്തിയത്, നല്ല രീതിയിലാണ് എന്നെ മുന്നോട്ട് നടത്തിയത്. ഇല്ല, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എൻ്റെ മോളെന്നോട് കള്ളം പറയണ്ട. അമ്മയ്ക്കറിയാം മോൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. ആരും മോളുടെ അടുത്തില്ലാതെ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇല്ലമ്മേ, ഞാൻ പറയുന്നത് സത്യമാണ്. സ്വാമി അച്ഛൻ എന്നെ വളർത്തിയത് സ്വന്തം മോളെ പോലെയാണ്. അതുപോലെ പവിഴം എനിക്ക് ഒരു കുറവും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ നല്ല രീതിയിൽ തന്നെ വളർന്നതമ്മേ. പവിഴം ഒരു പാവമാണ്, പവിഴത്തിന് അറിയില്ലല്ലോ. അന്ന് പവിഴത്തിൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. ആ സമയത്ത് എന്നെ എടുത്ത് അച്ഛൻ ആ പവിഴത്തിൻ്റെ അടുത്ത് വെച്ചതാ. എന്നാലും എൻ്റെ മോളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ പൊന്നുമോള, അമ്മയുടെ മുത്ത. അമ്മ മരിച്ചു പോയെന്ന് വിചാരിച്ച് ഒരുപാട് വിശ്വസിച്ചു. എൻ്റെ പൊന്നുമോള് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു വരുമെന്ന് അമ്മ കരുതിയില്ല. സന്തോഷമായി മോളെ, ഒരുപാട് സന്തോഷമായി. അമ്മയുടെ ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർഗഴിയെ തന്നെ കുറേ നേരം കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക. അപ്പം ഗീതു, ഇനി മുതൽ നിനക്ക് 2 അമ്മയായിരിക്കും, പവിഴവും എൻ്റെ അമ്മയും. അത് കേട്ടതും എനിക്ക് സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. ഞാൻ വിചാരിച്ചില്ല വർഷങ്ങൾ കഴിഞ്ഞ് എനിക്ക് ഇങ്ങനൊരു അമ്മയെ കിട്ടുമെന്ന്. ഞാൻ എൻ്റെ അച്ഛനെ തേടിയാണ് ഈ നാട്ടിലെത്തിയത്. ശത്രുക്കൾ, അതായത് ഗോവിന്ദ് സാറിൻ്റെ ശത്രുക്കൾ എന്നോട് ഇങ്ങനൊരു ആവശ്യം പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നു. അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ അമ്മയെ കാണിച്ചു. അമ്മയ്ക്ക് അത് കണ്ട് ഒരു കൂസലുമില്ല, ഞെട്ടലോ പേടിയോ ഒന്നും. അങ്ങനെ വന്നപ്പോൾ ഞാൻ കരുതി അത് എൻ്റെ അച്ഛനല്ലായിരിക്കുമെന്ന്, ഗീതു എൻ്റെ സഹോദരി ആയിരിക്കുമെന്ന്. ആദ്യം ഞാൻ ചഞ്ചൽപേട്ടിയുടെ വേഷത്തിൽ അവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയത്. പക്ഷേ അത് അച്ഛനല്ല എന്ന് മനസ്സിലാക്കിയതോടെ ഗീതു എൻ്റെ ആരും അല്ല എന്ന് വിചാരിച്ചാൽ ഞാൻ ഇത്രയും നാളും നിന്നത്. പക്ഷേ ഇതിനിടയിൽ ഇത്രയും വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അച്ഛനെ തേടിയെത്തിയ എനിക്ക് എൻ്റെ അമ്മയെയാണ് കിട്ടിയത്, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള എൻ്റെ അമ്മയെ എന്നും പറഞ്ഞ് മാർഗഴി വീണ്ടും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക. കരയണ്ട മോളെ, അമ്മയുടെ പൊന്നു മോള് കരയണ്ട. അമ്മയുടെ മോൾക്ക് എന്ത് വേണമെന്ന് പറ, അമ്മ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനി മാർഗഴിക്ക് നെറ്റിയിലും കവളത്തും തടിയിലും ഒക്കെ ഉമ്മ കൊടുക്കുക. അങ്ങനെ ഉമ്മ കൊടുത്ത് മാർഗഴിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഈ സമയം ഗീതു കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് പോവാം. അപ്പോൾ ഗോവിന്ദ്, അവർ കുറച്ച് നേരം സംസാരിക്കട്ടെ.
വാ ഗീതു നമുക്ക് പുറത്ത് നിൽക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോവുക. എന്തിനാ ഇങ്ങനെ കരയുന്നേ? നിനക്ക് നിൻ്റെ അനിയത്തിയെ തിരിച്ചു കിട്ടിയില്ലേ, പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നേ? ഇല്ല കണ്ണേട്ടാ, എൻ്റെ കണ്ണിൽ നിന്നും വരുന്നത് സങ്കടമുള്ള കണ്ണുനീരല്ല, സന്തോഷത്തിൻ്റെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ അനിയത്തി തിരിച്ചു വരുമെന്ന്, എനിക്ക് ഇങ്ങനൊരു അനിയത്തി ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ് കിട്ടുമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ കണ്ണുനീര് തുടയ്ക്കുമോ ഈ സമയം. ഇനി നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം ഗീതു. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ കണ്ണേട്ടാ? ഈ വിവരം നിൻ്റെ അനിയൻ വിനോദോ പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവരോ പിന്നെ ആരും അറിയരുത്. അതെന്താ കണ്ണേട്ടാ? അങ്ങനെ ആരെങ്കിലും അറിഞ്ഞാൽ അറക്കലിലുള്ള രാധികാമ്മ ഇതറിഞ്ഞാലുള്ള പ്രശ്നം എന്താവെന്നറിയാലോ. നമുക്ക് നമ്മുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതുമല്ലാതെ മാർഗഴിക്ക് അത് ആപത്തും സംഭവിക്കാൻ ഇടയുണ്ട്. കാരണം രാധികാമ്മയും വരുണൊക്കെ എത്ര ക്രൂരരാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് മാർഗഴിയെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ എനിക്കറിയാം കണ്ണേട്ടാ. എന്നാൽ നമുക്ക് പോകാം. ഞാൻ വരുന്നില്ല കണ്ണേട്ടാ. ഒരു ദിവസം എൻ്റെ അനിയത്തിയുടെയും എൻ്റെ അമ്മയുടെയും കൂടെ ഞാനിവിടെ ഇരിക്കട്ടെ. എന്നിട്ട് അവരോടൊപ്പം കെട്ടിപ്പിടിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞ് ഇത്രയും നാളും വിട്ടുപോയ സന്തോഷമൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു രാത്രി മുഴുവനും ഉറങ്ങാതെ കിടക്കണം എന്നൊക്കെ ഗീതു പറയാം. എന്നാൽ നിൻ്റെ സന്തോഷം പോലെ ഞാൻ വീട്ടിലേക്ക് പോട്ടെ. ശരി കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് അങ്ങ് പോവുക. ഗോവിന്ദ് പോയി കഴിഞ്ഞതും ഗീതു ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സന്തോഷം, എന്തെന്നറിയാത്ത സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. എൻ്റെ അനിയത്തി തിരിച്ചു വന്നു. ഇത് ഞാൻ എങ്ങനെ ആഘോഷിക്കും? ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേഖയാണ്. ഇത്ര നേരമായിട്ടും ഗീതുവിനെയും ഗോവിന്ദേട്ടനും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രേഖ ഗീതുവിനെ ഫോൺ വിളിക്കുക. ഹലോ ഗീതു, എന്താ രേഖ ചേച്ചി, നീ എന്താ വരുന്നില്ലേ? വൈകുന്നേരം ആകുമ്പോൾ എത്തുമോ? ഇല്ലേ ചേച്ചി, ഞാനും കണ്ണേട്ടനും കൂടെ ചെറിയൊരു യാത്ര വന്നതാ, സർക്കിറ്റ്. അത് കേട്ടതും മനസ്സിലായി. ആരും കാണാതെ ഷിബുവേട്ടൻ എയർ ബാഗ് എടുത്ത് കാറിൽ വെക്കുന്നത് കണ്ടുവെന്ന് കാഞ്ചന പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി നിങ്ങളൊരു ട്രിപ്പ് പോയതായിരിക്കുമെന്ന്. ഇത് ട്രിപ്പൊന്നുമല്ല ചേച്ചി, ചെറിയൊരു സർക്കിറ്റാന്ന് പറഞ്ഞില്ലേ. ഞാനും കണ്ണേട്ടനും കൂടെ ഒന്ന് കറങ്ങാൻ വന്നത്, അത്രേ ഉള്ളൂ. നാളെ ഞങ്ങൾ നേരം വെളുക്കുമ്പോൾ അവിടെ എത്തും. എന്നാൽ പിന്നെ അങ്ങനെ മതി, പതുക്കെ വന്നാൽ മതി ഗീതു, കുഴപ്പമൊന്നുമില്ല. സാവകാശം വന്നാലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഒരു കാര്യം നീ മറന്നു കേട്ടോ. എന്താ? അമ്മയോടെന്താ പറയാഞ്ഞേ? അയ്യോ, ഞാനതങ്ങ് മറന്നു ചേച്ചി. വരുന്ന തിരക്കിൽ അമ്മയോടൊന്നും പറയാൻ പറ്റില്ല. ചേച്ചിക്ക് അറിയാമല്ലോ, ഞാൻ ഒരാഴ്ചയായിട്ട് ആകെ ടെൻഷനില്ല. എന്താ സംഭവിക്കുന്നതെന്നറിയാതെ ഉള്ളൊരു പേടി. അതിനിടയിൽ എല്ലാം മറന്നു പോകുമായിരുന്നു. ചേച്ചി ഒന്ന് അമ്മയോട് പറഞ്ഞേക്ക്. നാളെ അമ്മയെ ആശുപത്രി കൊണ്ടുവന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ എത്തിയിരിക്കുന്നു. അമ്മയോട് പറഞ്ഞേക്ക് ചേച്ചി. നീ പേടിക്കേണ്ട ഗീതു, ഞാൻ പറഞ്ഞോളാം. ചേച്ചി, പിന്നെ വേറൊരു കാര്യം എനിക്ക് ചേച്ചിയോട് പറയാനുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഇപ്പം പറ ഗീതു, വലിയ സസ്പെൻസ് ഒന്നും തരല്ലേ. അത് കേട്ടതും അല്ല ചേച്ചി, നേരിട്ട് പറയാനുള്ളതാ, ഞാൻ വന്നു കഴിഞ്ഞിട്ട് പറയാം. കാഞ്ചനെ കുനിഷ്ടാലോചിച്ചുകൊണ്ട് നിൽക്കുക എന്നെ എങ്ങനെ രാധികാമ്മയുടെ അടുത്ത് കുടുക്കി കൊടുക്കണമെന്ന്. അവരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ചേച്ചി. എന്നാൽ ശരി ഗീതു, നീ പതുക്കെ വാ എന്നും പറഞ്ഞുകൊണ്ട് രേഖ ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം കാഞ്ചന அவங்க എങ്ക പോയിട്ടാങ്ക? ഗീതു പാപ്പാവും ഗോവിന്ദ് മാമാവും എങ്ക പോയിട്ടാങ്ക? ഗീതു പാപ്പയും ഗോവിന്ദ് മാമനും കൂടെ ടൂറ് പോയി. ഇത് ശരിയില്ല രേഖ പാപ്പ. രാധിക മാമിക്കിட்ட ഒരു പേച്ചു കൂടെ சொல்லாம அவங்க എതുക്ക് പോണാങ്ക? നിന്റെ രാധിക മാമിയോട് പറയാൻ നീയുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇനി ഗീതു സ്പെഷ്യലായിട്ട് പറയുന്നത്? നീ ഒന്നിന് രണ്ടായിട്ട് പോയി പറഞ്ഞു കൊടുക്കുമല്ലോ. പിന്നെ എന്താ കുഴപ്പം? ഞാൻ എന്നെ சொல்றது, ഞാനൊന്നും പറയില്ല എന്നും കാഞ്ചന. അത് കേട്ടതും അയ്യടാ, ഞാനതങ്ങ് വിശ്വസിച്ചു. ഇപ്പം തന്നെ ഞാനിവിടെ നിന്ന് ഗീതുവിനോട് സംസാരിച്ചത് മുഴുവനും ഒന്നിന് വള്ളി പോലും തെറ്റാതെ നീ അത് ചെന്ന് രാധികാമ്മയോട് പറയുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഗീതുവും ഗോവിന്ദേട്ടനും ടൂറ് പോയ കാര്യം നീ രാധികാമ്മയോട് പറഞ്ഞാലും വരുണേട്ടനോട് പറഞ്ഞാലും അവർക്ക് പുല്ലാണെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് നീ ചെന്ന് പറയടി പാരേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ അങ്ങ് പോവുക. രേഖ പോയി കഴിഞ്ഞതും അവിടെ നിന്നുകൊണ്ട് കാഞ്ചന ആലോചിക്കുക. ഞാൻ അപ്പടിയല്ലോ ഒന്നുമേ പണ്ണലിയേ, എല്ലാവർക്കും നല്ലത് നനയ്க்கிறேன் എന്നെ എല്ലാവരും പാരയെന്ന് പറയുകയാണോ? சும்மா விடமாட்டே. இந்த ரேகா பாப்பாவை நான் சும்மா விடமாட்டேன். கீது பாப்பாவும் கோவிந்த் மாமாவும் டூர் போயிட்டாங்க. ஆனால் ராதிகா மாமியோட ஒரு பேச்சு கூட சொல்லலை. அப்போ ராதிகா மாமிക്ക് இந்த വീട്ടിലെ ഒരു അനുവാദവും അധികാരവും ഇല്ല എന്നർത്ഥം. എല്ലാത്തിനും ഞാൻ ശരിയാക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കാഞ്ചന ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതു ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഗീതു ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാഞ്ചനയാണെങ്കിൽ ടെൻഷനിലും രാധികയ്ക്കാണെങ്കിൽ അറിയത്തുമില്ല ഗോവിന്ദും ഗീതു എവിടെ പോയതെന്ന്. എന്നാൽ ഇതിനിടയിൽ ഗീതുവിനിട്ടും കുടുംബത്തിനിട്ടും, അതായത് ഗീതുവിനിട്ടും ഗോവിന്ദനിട്ടും പാരപണിയാനായിട്ട് മാർഗഴി ഇറക്കിയ രാധികയ്ക്കും ഭാസ്കരനും അനാർക്കലിക്കും ഒക്കെ ഇത് വലിയൊരു തിരിച്ചടിയായിപ്പോയി മക്കളെ. കാരണം ഗീതുവിൻ്റെ ഇരട്ട സഹോദരിയാണ് മാർഗഴി എന്നുള്ള വിഷയം അറിയാതെയാണ്
നമ്മുടെ ഭാസ്കരൻ മാർഗഴിയെ രംഗത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ ഭദ്രനാണ് മാർഗഴിയുടെ അച്ഛനെന്ന് കരുതിയാണ് കൊണ്ടുവന്നതെന്ന് വിചാരിച്ചിരിക്കുക. ഈ സമയം അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഭദ്രൻ എല്ലാ സത്യങ്ങളും അവരോട് തുറന്നു പറഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. ഇനി എന്ത് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.